ഹലോ ഗൈസ്, ഒരു നോർമൽ ഡേ വളരെ പെട്ടെന്നാണ് ഒരു അബ്നോർമൽ ഡേ ആയിട്ട് മാറിയത്. നേരം വെളുത്തത് മൂത്തവൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ നേരം വെളുക്കും മുമ്പ് തന്നെ ഇവൻ നേരം വെളുക്കാറായി എന്ന് അറിഞ്ഞിട്ട് എണീച്ചിരിക്കും. ഈ കാണിക്കുന്നതൊക്കെ അവന്റെ അനിയനെ കളിപ്പിക്കുന്നതാണ്. എനിക്ക് ഡോക്ടർ എഴുതുന്ന ORS എന്തോ മുന്തിയ ഐറ്റം ജ്യൂസാണെന്ന് കരുതിയിട്ടാവും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ. എനിക്ക് തന്നിട്ടില്ലേ, ഉറക്കം കൊടുത്തിട്ടില്ല. കഴിച്ചൊക്കെ മനസ്സിലാക്കുമായിരിക്കും. അമ്മ രാവിലെ തന്നെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ജോലിക്ക് പോയി. അവനെ തപ്പിത്തറിഞ്ഞ് നടക്കുന്നത് നല്ലൊരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞാവയ്ക്ക് നല്ലൊരു ഉമ്മം കൊടുക്കാനേ. കാക്കാന്റെ കിസിലെ കിസ്മത്ത് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. അങ്ങനെ രാവിലത്തെ കലാപരിപാടികളായ എണ്ണ തേപ്പിക്കല്, കുളിപ്പിക്കല് അതൊക്കെ രാവിലെ കഴിക്കാൻ അപ്പാണെന്നാണ് ഉമ്മ പറഞ്ഞത്. ഇതിപ്പോ അപ്പത്തിന്റെ ന്യൂ എഡിഷൻ വല്ല ആയിരിക്കും. എന്റെ ജ്യൂസ് അങ്ങോട്ട് ഇഷ്ടമായില്ല. ഇനി കുഞ്ഞേരെ മരുന്നൊന്ന് ട്രൈ ചെയ്യാൻ കൊടുക്കണം. നമ്മളൊക്കെ പാട്ടിട്ട് തരാമെന്ന് പറഞ്ഞിട്ടും അവൻ കേട്ടില്ല. അവൻ തന്നെ സ്വന്തമായിട്ട് കുത്തി കുത്തി പാട്ടിട്ട സന്തോഷത്തില് അവ അതിനെ പൊക്കി പിടിച്ച് എങ്ങോട്ടോ പോവാണ്. എന്റെ പടച്ചോനെ, ഞാൻ വന്ന് വീണത് യുദ്ധഭൂമിയിലേക്കാണല്ലോ എന്ന് പറഞ്ഞ് പേടിച്ച് അവൻ കിടന്നുറങ്ങി. എന്റെ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളൊന്നും വേണ്ട, കുറച്ച് വെള്ളം പാത്രത്തിൽ വെച്ചു കൊടുത്ത് അത് വെച്ച് കളിച്ച് മണിക്കൂറോളം അവിടെ ഇരുന്നോളൂ. ഇനി രണ്ടിനെയും കാണാനില്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ അടപ്പ് നോക്കിയാൽ മതി. അതിന് വല്ലതൊരുത്തുന്നുണ്ട് അവിടെ നിപ്പോണ്ടായിരിക്കും. നിങ്ങൾ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മെയിനായിട്ട് ഇതിനെ പിടിച്ചിറത്തി ഉറക്കി. അപ്പം മറ്റേതെവിടെയും വിടാതിരുന്നോളൂ. ക്ലൈമാക്സ് ആയപ്പോഴേക്കും എനിക്ക് വയ്യാണ്ടായി. പിന്നെ ഹോസ്പിറ്റലായി, ട്രിപ്പായി, ഇഞ്ചക്ഷനായി, ബ്ലഡ് ടെസ്റ്റായി. ശുഭം.